ശിവ, എന്റെ അച്ഛന് എഞ്ചിനീയറാ. ഇവിടെ ടണലിന്റെ ജോലി ചെയ്തോണ്ടിരിക്കുക. വേദാനഗരം വീനസ് സിറ്റിയിലേക്കുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ടാക്കുവാണേ. അങ്ങനെ ഒരുപാട് ദൂരം കുറഞ്ഞു കിട്ടും ശിവ. ശിവ, അകത്തേക്ക് പോവാൻ ആർക്കും അനുവാദമില്ല. അതും കുട്ടികൾക്ക് ഒരു സുരക്ഷിതയില്ല അകത്ത്. മാത്രമല്ല വർക്ക് നടക്കുന്ന സ്ഥലത്ത് കുറെ മണ്ണും പൊടിപടകളാണ്. എല്ലാവരും പുറത്തുനിന്ന് നോക്കിയാ മതി, ഞങ്ങളും ഇവിടെ തന്നെയല്ലേ നിൽക്കുന്നത്. ഞാൻ ഇപ്പൊ തന്നെ എന്റെ പപ്പിക്കൊന്ന് ഫോൺ ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഒരു മിനിറ്റ്. ആദി പറയൂ. പപ്പ, ഞാനും എന്റെ ഫ്രണ്ട്സും ടണലിന്റെ വർക്ക് കാണാൻ വന്നിരിക്കുക. ഞങ്ങളൊരു കുറച്ച് സമയത്തേക്ക് അകത്തേക്ക് വരട്ടെ? വേണ്ട മോനെ, ഇത് മൊത്തം അപകടം പിടിച്ച സ്ഥലമാ. ഇവിടെ ഡീഗിങ് ചെയ്യുന്നോണ്ട് പെട്ടെന്ന് മലകൾ നിർത്താനാ പറഞ്ഞ്. ഹലോ, ഒന്ന് നിർത്താൻ. നിങ്ങളിത് ചെയ്യുന്നോണ്ട് ഗുഹ വളരെ അപകടത്തിലാണ്. ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ആദി ഇങ്ങോട്ട് വരല്ലേ, ടണൽ ബ്ലോക്കായി പോയി. മുകളിൽ നിന്ന് കല്ലുകൾ. ഹലോ ഹലോ ആദി, ഹലോ. ലഡു സിംഗ് സാറേ, എന്റെ പപ്പ അകത്ത് കുടുങ്ങി. വേഗം രക്ഷപ്പെടുത്ത്. ആദിമോനെ, ഡോണ്ട് വറി. ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിന്റെ പപ്പയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്നേ. ഞങ്ങൾ അദ്ദേഹത്തിനെ പുറത്തേക്ക് എടുത്തോളാം. നീ വെറുതെ വിഷമിക്കരുത് മോനെ. അതെ, സമയം ഒരുപാട് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയിക്കോളൂ. രാത്രി ഇവിടെ തങ്ങിയാൽ വന്യമൃഗങ്ങളുടെ ശല്യം ഒരുപാടുണ്ടാവും. നിങ്ങൾ എല്ലാവരും നേരെ വെളുത്തിട്ട് വന്നാ മതി. ഇവിടെ രാത്രി മുഴുവൻ പണി നടക്കും. ഞാനിത് നോക്കിക്കോളാം. ഓക്കെ, ചെല്ല്, പോയിക്കോളൂ. ഇല്ല, എന്റെ പപ്പയെ തനിച്ചു വിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂല. ആദിമോനെ, ലഡ്ഡു സിംഗ് പറയുന്നത് ശരിയാ. ഞങ്ങൾ എല്ലാവരും കൂടി നിന്റെ പപ്പയെയും മറ്റുള്ളവരെയും പുറത്തു കൊണ്ടുവരാം. ചെല്ല്, എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയിക്കോളൂ. പിന്നെ ഒരു കാര്യം, ഞാൻ ഇവിടെ രാത്രി മുഴുവൻ നിന്ന് ഇവിടുത്തെ പണികളൊക്കെ നന്നായിട്ട് നടക്കണ്ടോന്ന് നോക്കിക്കോളാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിന്റെ പപ്പയെയും മറ്റുള്ളവരെയും തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഈ മലയിൽ മഴ പെയ്ത് വെള്ളം കാരണം കൊണ്ട് അണ്ടർഗ്രൗണ്ടിൽ ചെറിയ ചെറിയ ടണൽസ് ഉണ്ടായിരിക്കുന്നു. ദാ ഈ ലൈൻ കണ്ടില്ലേ, അവിടെ നിന്നാണ് മഴവെള്ളം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ മലയുടെ മറുഭാഗത്ത് ചെന്ന് നോക്കുകയാണെങ്കിൽ ചിലപ്പോ മഴവെള്ളം പോകുന്ന വഴി തീർച്ചയായിട്ടും നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ കഴിയും. പിന്നെ താഴെ അണ്ടർ വാട്ടർ ടണൽ വഴി നമുക്ക് ആദ്യം അച്ഛനുള്ള സ്ഥലത്തെത്താം. നമ്മളെല്ലാരും അവിടെ പോയി കുടുങ്ങി കഴിഞ്ഞാ പിന്നെ നമ്മൾ ആരെ രക്ഷപ്പെടുത്തുക? അതുമല്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട് മലയിടുക്കുകളിലൊക്കെ ഏലിയൻസ് താമസിക്കുമെന്ന്. അവിടെ ഞാൻ ഏലിയൻസ് കണ്ടാലോ? ഏലിയൻ അല്ലാതെ വേറെ എന്തുമാത്രം കാര്യങ്ങളുണ്ട് ആലോചിക്കാനായിട്ട്. എന്നാ പിന്നെ അവിടെ ഭൂതങ്ങളുണ്ടെങ്കിലോ? എന്റെ അമ്മ എന്തായാലും ഈ സമയത്ത് നാട്ടിൽ പോയത് നന്നായി. അല്ലെങ്കിൽ ഇതറിഞ്ഞ അമ്മ ആകെ വിഷമിച്ചേനെ. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും മമ്മിയെ അറിയിക്കരുത്. നാളെ നമുക്ക് തീർച്ചയായും നിന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ പറ്റും. ഡോണ്ട് വറി. നേരം വെളുത്ത ഉടനെ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. തീർച്ചയായും നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാവും. തീർച്ചയായും നമുക്ക് ആദ്യം അടുത്ത് എത്താൻ അത് വഴി സാധിക്കും. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ. ശിവാദി, അങ്ങോട്ട് നോക്ക്, ഒരു ടണൽ കാണുന്നുണ്ട്. വരൂ, നമുക്കൊന്ന് പോയി നോക്കാം. ചിലപ്പോ ഈ വഴിയാണെങ്കിലോ.
ഓഹോ, നെറ്റ്വർക്ക് കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും ഈ വിവരം ലഡു സിംഗ് സാറിനെ അറിയിച്ചേ പറ്റൂ. യെസ്. ഓ എന്റെ പ്രാണിയേ, നീ എന്തിനാ എന്നെങ്ങനെ ശല്യം ചെയ്യുന്നത്? ഒന്ന് പോകുന്നുണ്ടോ? നോക്കൂ ലഡു സിംഗ് സാർ, ഞാൻ ശിവയാണ് സംസാരിക്കുന്നത്. ആര്? ശിവയോ? അതെ, അതെന്റെ ഗാഡ്ജറ്റ് ആണ്. ലഡു സിംഗ് സാറേ, ഞങ്ങൾ മലയുടെ മുകളിൽ വഴി നോക്കായിരുന്നു. പെട്ടെന്നൊരു ഗുഹയ്ക്കുള്ളിൽ അകപ്പെട്ട് താഴോട്ട് വീണു. ഒന്ന് വേഗം വന്ന് രക്ഷപ്പെടുത്തു. ഡോണ്ട് വറി ശിവ, ഡോണ്ട് വറി. ഞാനിതാ ഇപ്പൊ തന്നെ എത്തിക്കഴിഞ്ഞു. വരൂ മുത്തച്ഛ, നമുക്ക് പോകാം. എന്ത് പറ്റി? നീ എന്താ ഇവിടെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? നമ്മളെവിടെ ശരിക്കും കുടുങ്ങി. ഇനി ആരാ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുക? ഇങ്ങനെ വിഷമിക്കില്ല യോടി, നമുക്ക് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടാവുന്നേ. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. യൂടി, എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെടുമ്പോഴാണ് നിനക്ക് വിശപ്പ് കൂടുന്നത്. എനിക്ക് പേടി കൂടുമ്പോ വിശക്കാനും തുടങ്ങും. ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഹലോ, ആരെങ്കിലും അവിടെ ഉണ്ടോ? അല്ല, ഇതെന്താ പഴഞ്ചൻ കഥ പോലെ? നിങ്ങൾ ഇങ്ങനെ പറയണേന് പകരം ഹെൽപ്പ് എന്ന് പറയൂ. എന്തായാലും ആഹാരം കിട്ടില്ലെന്നറിയാം. ഇനി വെള്ളം കുടിച്ചെങ്കിലും ഞാൻ വയറ് നിറയ്ക്കട്ടെ. വെള്ളം കുടിക്കാനുള്ള നല്ലൊരു ഐഡിയ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. താഴെ ഇങ്ങനെ മുട്ടുമടക്കുക, എന്നിട്ട് മുഖം വെള്ളത്തിലാക്കുക, എന്നിട്ട് മുഖം മുട്ടിച്ച് വെള്ളം വലിച്ചങ്ങ് കുടിക്കോ. ഇത് വെള്ളം കുടിക്കാനുള്ള പുതിയൊരു കണ്ടുപിടുത്തം. ഹലോ, ആരെങ്കിലും ഉണ്ടോ അവിടെ? മോനെ, ഞങ്ങൾ ഇവിടെ ടണലിൽ കുടുങ്ങി കിടക്കുക. എനിക്ക് തോന്നുന്നു എന്റെ പപ്പ ഇവിടെ അടുത്തുള്ള ടണലിലാണെന്ന്. എങ്ങനെയാ കണ്ടുപിടിക്കുക?